കോൺഗ്രസ് നേതാവ് രാഹുൽ ഇവിടെ നിന്ന് അമേരിക്കൻ പര്യടനത്തിന് പോയ ആദ്യ ദിവസം മുതൽ വാർത്തകളിൽ വിവാദങ്ങളിൽ ഒക്കെ ഇടം പിടിച്ചു നിൽക്കുകയാണ്. എന്തൊക്കെയോ സംഭവിക്കുന്നു, എന്തൊക്കെയോ ശ്രദ്ധേയമായ ഒരു അന്തർദേശീയ മാധ്യമത്തിന്റെ ഒരു ചോദ്യമുണ്ടായിരുന്നു, രാഹുൽ എവിടെ നിന്നാണ് വരുന്നത്? ഇന്ത്യയിൽ നിന്നാണോ പാകിസ്ഥാനിൽ നിന്നാണോ? അത്രയും മാത്രം മതിയാകും ഒരുപക്ഷെ, കാരണം ഭാരതത്തിൽ നിന്ന് പോലും അല്ല വിമർശനം ഒതുങ്ങിയത് എന്നതുകൂടി ഓർക്കുക. എന്തായാലും ഈ അമേരിക്കൻ സന്ദർശനം റിപ്പോർട്ട് ചെയ്ത ഭാരതത്തിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകന് നേരെ അക്രമം നടന്നു എന്നുള്ള വാർത്തയാണ് ഇന്ന് പങ്കുവയ്ക്കാനുള്ളത്. ഓവർസീസ് കോൺഗ്രസ് നേതാവ് സാം പിത്രോദയുമായുള്ള അഭിമുഖം പകർത്തുന്നതിനിടയിലാണ് ഈ അക്രമം ഉണ്ടായത്. ചോദ്യം പ്രകോപിപ്പിച്ചത് മറ്റൊന്നും, അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. എന്താണ് ചോദ്യം? ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ രാഹുൽ ചൂണ്ടിക്കാട്ടുമോ? കാരണം ഗുരുതരമായ മൗനം അത് രാഹുലിന്റെ ഭാഗത്തു നിന്നല്ല, കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. ഇത് രാഹുൽ ചൂണ്ടിക്കാട്ടുമോ എന്നുള്ള ചോദ്യം, സ്വാഭാവിക ചോദ്യം, അത് ഉയർത്തിയപ്പോഴാണ് ഈ പ്രകോപിതരായി കോൺഗ്രസ് അനുയായികളൊക്കെ ഈ ലേഖകൻ അല്ലെങ്കിൽ ഈ ജേർണലിസ്റ്റിനെ ആക്രമിച്ചത്. മാധ്യമപ്രവർത്തകന്റെ ക്യാമറ പിടിച്ചു വാങ്ങിയ അഭിമുഖം ഡിലീറ്റ് പോലും ചെയ്തു എന്നൊക്കെയാണ് ഉയരുന്ന ആക്ഷേപം. എന്തായാലും നന്ദഗോപൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. നന്ദഗോപൻ, മറ്റ് പല മാധ്യമങ്ങൾ എന്തായാലും ഇവിടെയെങ്കിലും ഒരു ചാനലിലും ഒരു പത്രത്തിലും ഈ ഒരു വാർത്തയോ ഇതിൻ്റെ വിശദാംശങ്ങളോ കണ്ടില്ല. ചോദ്യം ചോദിച്ചതിന് കയ്യേറ്റം ചെയ്യുക, മാധ്യമ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് സ്പീച്ച്, എക്സ്പ്രഷൻ എന്നൊക്കെ നാടുനീളെ പ്രസംഗിക്കുന്നവരുടെ പാർട്ടിയുടെ നേതാവിന് അത് മാത്രമല്ലല്ലോ, ഈ ഭരണകക്ഷി പ്രതിപക്ഷത്തിരുന്നിട്ട് ഭരണപക്ഷി നേതാക്കളെയും ഒക്കെ അത് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ വിമർശിക്കാനായി ഇതേ കാരണങ്ങൾ തന്നെയാണ് പറയുന്നത്. കാരണം നമുക്ക് ആർട്ടിക്കിൾ 19(1)A ഉണ്ട്, അപ്പോൾ എനിക്കത് പറയാമെന്ന്. പക്ഷെ അതെന്താ മാധ്യമപ്രവർത്തകർക്കായിക്കൂടെ? അനു, ഇത് സംഭവം ഉണ്ടാകുന്നത് 7-ാം തീയതി അമേരിക്കയിൽ വെച്ചാണ്. ഈ രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് മുന്നോടിയായി തന്നെ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ രോഹിത് ശർമ്മ എന്നുള്ള മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അമേരിക്കയിലെത്തി. അവിടെ ഈ രാഹുൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് അവിടെ കോൺഗ്രസിന്റെ നേതാവായ സാം പിത്രോദയുടെ ഒരു അഭിമുഖം ഇദ്ദേഹം ചിത്രീകരിക്കുകയുണ്ടായി. ഈ അഭിമുഖത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ചോദ്യമായി അദ്ദേഹം ചോദിച്ചത്, രാഹുൽ അമേരിക്കയിൽ എത്തുന്നുണ്ട്, അമേരിക്കയിലെ നേതാക്കളുമായൊക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തും, അവിടെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന പീഡനം അദ്ദേഹം അവിടെ ചൂണ്ടിക്കാട്ടുമോ എന്നുള്ള ചോദ്യമാണ് സാം പിത്രോയെ പ്രകോപിപ്പിച്ചു. അദ്ദേഹം അഭിമുഖം നിർത്തുവാൻ ആദ്യം ആവശ്യപ്പെടുന്നു. പിന്നീട് അവിടെ ആ ഹാളിൽ ഉണ്ടായിരുന്ന മറ്റൊരാൾ അദ്ദേഹത്തിന്റെ ക്യാമറ പിടിച്ചു വാങ്ങുന്നു. പിന്നാലെ സാം പിത്രോദ ആ ഹാള് വിട്ട് പുറത്തേക്ക് പോകുന്നു. പിന്നെ കണ്ടത് ഏതാണ്ട് 15ഓളം ആൾക്കാർ ഈ മാധ്യമ പ്രവർത്തകനെ ചുറ്റി നിൽക്കുന്നതാണ്. അങ്ങനെ അദ്ദേഹം ചിത്രീകരിച്ച മുഴുവൻ ഭാഗങ്ങളും അതിൽ നിന്നും അവർ ഡിലീറ്റ് ചെയ്തു. നിർബന്ധപൂർവ്വം അദ്ദേഹത്തിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയത്. എന്നാൽ പിന്നീട് ഈ ഒരു വിഷയം സാം പിത്രോദയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. മാത്രമല്ല, ഇപ്പോഴും ആ ഒരു വിഷയം സാം പിത്രോദ നിഷേധിക്കുകയാണ്. ഇത് സംബന്ധിച്ചിട്ടുള്ള വാസ്തവങ്ങൾ എന്താണ് എന്നുള്ളത് താൻ പരിശോധിക്കുമെന്നുള്ളതാണ് സാം പിത്രോദ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും മറ്റൊരു നാട്ടിൽ, മറ്റൊരു വിദേശ രാജ്യത്ത് ഭാരതത്തിന്റെ ഒരു മാധ്യമ പ്രവർത്തകന് നേരെ അക്രമം ഉണ്ടായി എന്നുള്ളതാണ്. ഇന്നലെ പ്രധാനമന്ത്രി ജമ്മു കാശ്മീരിൽ സന്ദർശിച്ചപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ തന്നെ വലിയ വിമർശനം ഇതിനെതിരെ ഉയർത്തുകയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ US നിയമനിർമ്മാതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ രാഹുൽ ഈ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ അത് ചോദിക്കുമോ എന്നുള്ളൊരു ചോദ്യം, അതൊരു സ്വാഭാവികമായ ചോദ്യമാണ് മാധ്യമ പ്രവർത്തകന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ അദ്ദേഹത്തിന് ആ സാം പിത്രോയ്ക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം ഉടനെ തന്നെ മറ്റ് അനുയായികളോട് അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ വേണ്ടി നിർദ്ദേശിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും കടുത്ത വിമർശനങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. മൊത്തത്തിൽ ദേശീയ തലത്തിൽ മാധ്യമ പ്രവർത്തകർക്കിടയിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഏതായാലും പ്രദീപുള്ള സൂചിപ്പിച്ചപ്പോൾ തന്നെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും തന്നെ ഇത് അറിഞ്ഞ ഭാവം നടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുമായി മുന്നോട്ട് പോകാൻ കേരളത്തിലെ മാധ്യമങ്ങൾ, മറ്റു മാധ്യമങ്ങളൊന്നും തന്നെ താല്പര്യപ്പെടുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ വാർത്ത. ഒരു കാര്യം കൂടി, ഈ പറഞ്ഞത് വളരെ ശരിയാണ്. ആരുടെയും ആത്മരോഷം എവിടെയും ഉണർന്നു കാണുന്നില്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനങ്ങൾ കാണുന്നില്ല, മെഴുകുതിരി കാണുന്നില്ല, തീപ്പന്തം കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. അതിനും അപ്പുറം ഈ ചോദ്യം അതല്ല അതിലേറെ പ്രസക്തം. ഈ ചോദ്യം പ്രകോപിപ്പിച്ചെങ്കിൽ അതോടുകൂടി മുഖംമൂടി മൊത്തം അഴിഞ്ഞു വീഴുകയല്ലേ? ചോദിച്ചത് എന്താണ്? ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന പീഡനത്തെക്കുറിച്ച് രാഹുൽ പറയുമോ എന്നുള്ള ചോദ്യമാണ്, ഒരു വിമർശനം പോലുമല്ല. അതേക്കുറിച്ച് പ്രതികരിക്കുമോ എന്ന് ചോദിച്ചതിനാണ് നേരെ തല്ലുന്നത്. നന്ദൻ,
സ്വാഭാവികമായും ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള ചോദ്യങ്ങളാണ് മാധ്യമ പ്രവർത്തകർ ഇത്തരത്തിലുള്ള നേതാക്കളുടെ മുന്നിലേക്ക് ചോദ്യങ്ങളായി ഉയർത്തുന്നത്. അത് ജനങ്ങൾക്ക് അറിയണം, അല്ലെങ്കിൽ ജനങ്ങൾ അറിയാൻ അവർ അവകാശപ്പെട്ടവരാണ്, അവർക്ക് അറിയേണ്ട ബാധ്യത അവർക്കുണ്ട് എന്നുള്ളത് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമ പ്രവർത്തകർ ഇത്തരം ചോദ്യങ്ങൾ ഇത്തരം നേതാക്കളോട് ചോദിക്കുന്നത്. സ്വാഭാവികമായും രോഹിത് ശർമ്മ എന്നുള്ള എക്സ്പ്രസിന്റെ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം ചോദിച്ചത് ന്യായമായ ചോദ്യമാണ്. കാര്യം അമേരിക്കയിൽ മറ്റ് അവിടുത്തെ നേതാക്കളുമായൊക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് രാഹുൽ. ഈ അവസരത്തിൽ രാഹുൽ ഈ ബംഗ്ലാദേശിൽ നടന്ന വംശഹത്യ, ഹിന്ദു വിഭാഗത്തിന് നേരെ നടന്ന അക്രമം അവിടെ ചർച്ച ചെയ്യുമോ അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുമോ എന്നുള്ള ന്യായമായ ചോദ്യമാണ് രോഹിത് ശർമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ അതേസമയം സാമിത്രോയ്ക്കും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും അത് ബോധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് അത്തരമൊരു ചോദ്യം അത് രാഹുലിന്റെ യാത്രയെ അല്ലെങ്കിൽ രാഹുലിന്റെ സന്ദർശന ഉദ്ദേശത്തെ മറ്റൊരു തകിടം മറിക്കുമെന്നുള്ളത് ഒരു പക്ഷേ കോൺഗ്രസ് കണക്ക് കൂട്ടി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകനെ തടഞ്ഞു വെക്കുകയും പിന്നീട് അദ്ദേഹത്തിന്റെ ക്യാമറയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ദൃശ്യങ്ങളും അത് പൂർണ്ണമായും നിർബന്ധപൂർവ്വം ഡിലീറ്റ് ചെയ്യുകയും അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വാഭാവികമായും ഇത്തരം ചോദ്യങ്ങളിൽ നിന്നും ഈ നേതാക്കൾ ഭയന്നോടുന്നു അല്ലെങ്കിൽ ഭയന്നോടാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ നേർ ഉദാഹരണമാണ് 7-ാം തീയതി അവിടെ അമേരിക്കയിൽ കണ്ടത് എന്നുള്ളതാണ് മറ്റ് രാഷ്ട്രീയ നിരീക്ഷകരും മറ്റും വ്യക്തമാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഭാരതത്തിൽ ജേർണലിസ്റ്റുകൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ട്. സ്വാഭാവികമായും ഒരു ജേർണലിസ്റ്റിനെ ഒരു ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുന്നു, അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു, അദ്ദേഹത്തിന്റെ മറ്റ് ക്യാമറ അടക്കമുള്ള എക്യുപ്മെന്റ്സുകൾ പിടിച്ചു വാങ്ങിച്ച് അതിൽ ചിത്രീകരിച്ചിരിക്കുന്ന മുഴുവൻ സംഭവങ്ങളും ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം. ഇന്നലെ പ്രധാനമന്ത്രി വലിയ വിമർശനമാണ് ഉയർത്തിയിരിക്കുന്നത്. മറ്റൊരു മണ്ണിൽ ഒരു ഭാരതത്തിന്റെ ഒരു പുത്രൻ അപമാനിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കയ്യേറ്റം ഏറ്റുവാങ്ങേണ്ട അല്ലെങ്കിൽ അക്രമം ഏറ്റുവാങ്ങേണ്ട സാഹചര്യം ഉണ്ടായി എന്നുള്ളത് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. രാഹുൽ തന്റെ രാഷ്ട്രത്തിലുള്ള പൗരന്മാരെ എത്രമാത്രം ബഹുമാനിക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമായി തന്നെയാണ് പ്രധാനമന്ത്രി അത് ചൂണ്ടിക്കാണിച്ചതും. ഏതായാലും വലിയ വിമർശനങ്ങൾ ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ മുഖ്യധാര മാധ്യമങ്ങൾ, ഒരു വിഭാഗം മാധ്യമങ്ങൾ ഈ വാർത്ത പൂർണ്ണമായും അവഗണിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സാമ്പിത്രോദ അടക്കം ആരോപിക്കുന്നത്. എന്തായാലും ഇതിന്റെ ഫോളോ അപ്പ് എന്തുണ്ടെന്ന് നന്ദൻ ദയവായി നിരീക്ഷിക്കുക. കാര്യം ഇത് എന്തായാലും ഇവിടെ കുഴിച്ചുവിടാൻ നമ്മൾ അനുവദിക്കില്ല. നിങ്ങൾ അവിടെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് മാത്രമേ മറ്റു മാധ്യമങ്ങളോട് പറയാനുള്ളൂ. ഈ ചോദ്യം ഈ മാധ്യമപ്രവർത്തകൻ പരാതിപ്പെട്ടോ, അദ്ദേഹം എവിടെ പരാതിപ്പെടും, ആരോട് പരാതിപ്പെടും, ഇങ്ങനെയുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ ബാക്കി. കുറഞ്ഞപക്ഷം ഇത് പൊതുജന മധ്യത്തിൽ കൊണ്ടുവരേണ്ടതും തുറന്നു കാട്ടേണ്ടതും ആവശ്യം തന്നെ ആയിരുന്നു.